ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് കെ ടി യു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹയർ ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ODE വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ODE പഠിച്ചായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ ഹയർ ഓർഡർ പഠിക്കുന്നത്. തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ ഒക്കെ വരുമ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ ഇവിടെ nth ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ODEയുടെ ജനറൽ ആയിട്ടുള്ള ഫോം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കുക. y raised to n plus an minus 1 y raised to n minus 1 plus an minus 2 y raised to n minus 2 plus etc. a2 y square plus a1 y square plus a0 y is equal to 0. ഇനി ഇതിനകത്ത് നമ്മൾ എന്താണ് ഓക്സിലറി ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ട് നമുക്ക് എന്താണ് റൂട്ട്സുകൾ കിട്ടും. ആ റൂട്ട്സിന് ഓരോ കേസസ് ആയിട്ട് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് m1 m2 എക്സെട്ര mn എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആയാൽ അതിന്റെ സൊല്യൂഷൻസ് നമ്മുടെ ആ ഒരു എന്താണ് ഹയർ ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ODEയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to c1 e raised to m1x plus c2 e raised to m2x plus etc plus cn e raised to mnx ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റൂട്ട്, അതായത് നമുക്ക് m1 m2 എക്സെട്ര mn എന്ന് പറയുന്ന റൂട്ടുകൾ കിട്ടും. ഇപ്പോൾ തേർഡ് ഡിഗ്രി ആണെങ്കിൽ, തേർഡ് ഓർഡർ ആണെങ്കിൽ നമുക്ക് എന്താണ് 3 റൂട്ടേ കിട്ടത്തുള്ളൂ. ഫോർത്ത് ആണെങ്കിലോ 4 റൂട്ട് കിട്ടും. അപ്പോൾ എനിക്കിപ്പോ രണ്ട് റൂട്ട്, ഞാൻ എടുത്തേക്കുന്ന രണ്ട് റൂട്ട് എനിക്ക് സെയിം ആയിട്ടും ബാക്കിയുള്ളത് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആയി കഴിഞ്ഞാൽ എന്റെ സൊല്യൂഷന്റെ ഫോം ആണ് y is equal to c1 plus c2x into e raised to mx. അതായത് m1 is equal to m2 is equal to m അല്ലേ വരുന്നത്. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതേ നോക്കൂ, m1 is equal to m2 is equal to m. അപ്പൊ നമുക്ക് എന്താ y is equal to c1 plus c2x of e raised to mx plus, അപ്പൊ ഓൾറെഡി രണ്ട് റൂട്ട് കഴിഞ്ഞു. പിന്നെ ഏതാണ്? പിന്നെ c3 e raised to m3x ആണ് വരുന്നത്. m3x plus cn e raised to mnx. ഇങ്ങനെയാണ് പോകുന്നത്. ഇനി മൂന്ന് റൂട്ട് ഈക്വൽ ആയാൽ, മൂന്ന് റൂട്ട് ഈക്വൽ ആൻഡ് m4 m5 എക്സെട്ര mn എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷന്റെ ഫോം ആണ് y is equal to c1 plus c2x plus c3x square into e raised to mx. ഓൾ എന്താണ് ഈ ഫുൾ പവർ ഇതിനും കൂടാണ്, ഫുൾ ടൈമിനും കൂടാണ് e raised to mx വരുന്നത്, പ്ലസ് c4 e raised to m4x plus c5 e raised to m5 etc plus cn e raised to mnx ആണ് പറയുന്നത്. ഇനി നമുക്ക് കോംപ്ലക്സ് കോൺജുഗേറ്റ്, കോംപ്ലക്സ് റൂട്ട് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ കേസ് 3 ഇഫ് വൺ പെയർ ഓഫ് കോംപ്ലക്സ് റൂട്ട്, അതായത് m is equal to ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോം വന്നു. ബാക്കിയുള്ളത് അത് എന്താണ് m3 m4 m5 m6 എക്സെട്ര mn എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആയി കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷന്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y is equal to e raised to alpha x into c1 cos beta x plus c2 sin beta x. അപ്പൊ അത് കഴിഞ്ഞു, കോംപ്ലക്സ് റൂട്ടിന്റെ കഴിഞ്ഞു. പ്ലസ് ഇനി അടുത്ത എന്താണ് c3 e raised to m3x plus c4 e raised to m4x plus etc plus cn e raised to mnx. ഇങ്ങനെയാണ് പോകുന്നത്. ഇനി മൾട്ടിപ്പിൾ കോംപ്ലക്സ് റൂട്ട്, അതായത് m is equal to alpha plus or minus i beta ആണ് ഒരു റൂട്ട് വന്നു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താ അറിയാമല്ലോ, രണ്ടായി, ഇതും രണ്ടായി, അതേപോലെ തന്നെ പിന്നെ റിപ്പീറ്റഡ്. അപ്പോൾ രണ്ട് രണ്ട് നാലായി, 4 റൂട്ട്. അപ്പോൾ അടുത്തത് അഞ്ചാമത്തേത് m5 m6 എന്താണ് mnr ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആയി കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to e raised to alpha x, ഇത് x ആണ്, ആൽഫ എക്സ് ഇൻറ്റു c1 plus c2x ഇൻറ്റു കോസ് ബീറ്റ എക്സ്. ഈ c1 plus c2x ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം കോസ് ബീറ്റ എക്സ് കൊടുക്കാനേ. പ്ലസ് c3 plus c4x ഇൻറ്റു സൈൻ ബീറ്റ എക്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് അടുത്ത എന്താ c5 e raised to, ഒരു സെക്കൻഡ്, ഞാൻ ഇവിടെ നമ്മൾ റൂട്ട് എടുത്തേക്കുന്നത് m ആയിരുന്നു, അപ്പൊ m കൊടുത്തേക്കെ, എഴുതിയപ്പോൾ ലാംഡ വന്നു. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തായിരുന്നു ഇവിടെ വരുന്നത് m5 m6 mnx. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ ഈ ടൈപ്പ്, അതായത് ഇങ്ങനെ ഹയർ ഓർഡറിന്റെ പ്രോബ്ലംസ് നമുക്ക് എ പാർട്ടിലൊക്കെ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഹയർ ഓർഡർ മാത്രമല്ല, ഈ ഹയർ ഓർഡറിന്റെ തന്നെ എന്താണ് ഈ സെക്കൻഡ് ഓർഡറിന്റെ ഒക്കെയാണ് കൂടുതലായിട്ട് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ പാർട്ട് ബിയിൽ ചോദിക്കുന്നത്. അതൊക്കെ എളുപ്പമാണ്, നമുക്ക് അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ എക്സാമിന്, അതായത് മെയ് 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, സോൾവ് y ട്രിപ്പിൾ ഡാഷ് പ്ലസ് y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 0. മെയ് 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷൻ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്സിലറി ഇക്വേഷൻ എഴുതണം. എന്താണ് ഇതിൻ്റെത്?
എം ക്യൂബ് പ്ലസ് എം സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. നമ്മൾ എം സ്ക്വയർ എടുത്ത് വെളിയിൽ ഇട്ടാൽ എന്ത് കിട്ടുന്നു? എം പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. നമുക്കപ്പോൾ ഒരെണ്ണം ഇക്വേഷൻ എന്താ? എം സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്നും കിട്ടി, മറ്റേത് എം പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്നും കിട്ടി. ഇതിൽ നിന്ന് എം സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 നിന്ന് എമ്മിന്റെ വാല്യൂ എന്താ? 0 0 എന്ന് കിട്ടുന്നു. ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നു? -1 എന്ന് കിട്ടുന്നു. അപ്പൊ ഇവിടെ എത്ര റൂട്ട് ഉണ്ട്? 3 റൂട്ട് ഉണ്ട്. അപ്പൊ രണ്ടെണ്ണം സെയിം ആണ്, ഒരെണ്ണം ഡിസ്റ്റിങ് ആൻഡ് റിയൽ ആണ്. അപ്പൊ എന്താ വരുന്നത്? ഇഫ് 2 റൂട്ട്സ് ആർ എന്താ m1 m2 ഈക്വൽ ആൻഡ് m3 എന്ന് പറയുന്നത് ഡിസ്റ്റിങ് ആൻഡ് റിയൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്താ? y ഈസ് ഈക്വൽ ടു c1 പ്ലസ് c2 e റേസ് ടു mx, അതായത് 0x പ്ലസ് c3 e റേസ് ടു -1x, അതായത് -x. വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? y ഈസ് ഈക്വൽ ടു c1 പ്ലസ് c1 പ്ലസ് c2x ഉണ്ടായത്, c1 പ്ലസ് c2x പ്ലസ് c3 e റേസ് ടു -x എന്ന് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഇതാണ് ഇതിന്റെ ഫൈനൽ സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. സോൾവ് y ട്രിപ്പിൾ ഡാഷ് മൈനസ് y ഡാഷ് ഈസ് ഈക്വൽ ടു 0. ജൂൺ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷൻ ഓക്സിലറി ഇക്വേഷൻ എന്ത് വരുന്നു? എം ക്യൂബ് മൈനസ് എം ഈസ് ഈക്വൽ ടു 0. എം എടുത്ത് വെളിയിലിട്ടാൽ എം സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. എം ഈസ് ഈക്വൽ ടു 0 എന്ന് ഒരെണ്ണം കിട്ടുന്നു. അടുത്ത ഇക്വേഷൻ എന്താ? എം സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്നും എം സ്ക്വയർ ഈസ് ഈക്വൽ ടു 1, എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അപ്പൊ നമുക്ക് റൂട്ട്സ് എന്ത് കിട്ടുന്നു? എം ഈസ് ഈക്വൽ ടു 0, 1, -1. ഓക്കെ, ഇപ്പൊ മൂന്നും ഡിഫറെന്റ് അല്ലേ? അപ്പൊ നമുക്ക് സൊല്യൂഷൻ എന്ത് എഴുതാം? y ഈസ് ഈക്വൽ ടു c1 e റേസ് ടു 0x പ്ലസ് c2 e റേസ് ടു x പ്ലസ് c3 e റേസ് ടു -x, അതായത് c1 പ്ലസ് c2 e റേസ് ടു x പ്ലസ് c3 e റേസ് ടു -x. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് y ട്രിപ്പിൾ ഡാഷ് മൈനസ് 8y ഈസ് ഈക്വൽ ടു 0. ഓക്സിലറി ഇക്വേഷൻ എങ്ങനെയാ വരുന്നത്? എം ക്യൂബ് മൈനസ് 8 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ എം ക്യൂബ് മൈനസ് 8 ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ? അതായത് എമ്മിന് എത്ര വാല്യൂ ഉണ്ട്? 3 വാല്യൂ ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ കാണാം? അപ്പൊ ഇവിടെ എം ക്യൂബ് ഇനി എത്ര വാല്യൂ ഉണ്ടെന്ന് നമ്മൾ കാണുന്നത് സിന്തറ്റിക് ഡിവിഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിലൂടെയാണ് കാണുന്നത്. അപ്പൊ ഈ എമ്മിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ 0 ആകും നോക്കാം. എമ്മിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പുട്ട് എം ഈസ് ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താകും? എം ഈസ് ഈക്വൽ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? എമ്മിന് 2 കൊടുത്താൽ നമുക്ക് 2 ക്യൂബ് മൈനസ് 8 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അപ്പൊ 2 ക്യൂബ് മൈനസ് 8 ഈസ് ഈക്വൽ 0 അല്ലേ? 2 ക്യൂബ് എന്താ? 8 മൈനസ് 8. അപ്പൊ 8 മൈനസ് 8 ഈസ് ഈക്വൽ 0. അപ്പൊ നമുക്ക് എന്ത് പറയാം? എം ഈസ് ഈക്വൽ 2 കൊടുക്കുമ്പോൾ 0 ആയാൽ ഈ എം മൈനസ് ഈ എന്താ 2വിനെ ഇപ്പുറത്തോട്ട് കൊണ്ടോ ലെഫ്റ്റിലോട്ട് കൊണ്ടോ എം മൈനസ് 2. അപ്പൊ എം മൈനസ് 2 ഈസ് എ ഫാക്ടർ ഓഫ് എം ക്യൂബ് മൈനസ് 8 ഈസ് ഈക്വൽ 0 എന്ന് പറയാം. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു എമ്മിന്റെ വാല്യൂ 2 എന്നാണ് കിട്ടിയത്. മറ്റു രണ്ട് എമ്മിന്റെ വാല്യൂ കാണുന്നത് സിന്തറ്റിക് ഡിവിഷനിലൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സിന്തറ്റിക് ഡിവിഷൻ എങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ എം ക്യൂബ് അല്ലേ? അപ്പൊ എം ക്യൂബ്, അടുത്ത എന്താ? എം സ്ക്വയർ, അടുത്ത എന്താ? എം, പിന്നെ ലാസ്റ്റ് കോൺസ്റ്റന്റ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഓരോന്നിന്റെയും കോഎഫിഷ്യന്റ് ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഓക്സിലറി ഇക്വേഷനകത്ത് എം ക്യൂബ് മൈനസ് 8 എന്നല്ലേ? അപ്പൊ എം ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1. നമ്മുടെ ഓക്സിലറി ഇക്വേഷനകത്ത് എം സ്ക്വയറിന്റെ എന്തെങ്കിലും ടേം ഉണ്ടോ? ഇല്ല. അപ്പൊ 0 കൊടുത്തു. എമ്മിന്റെ എന്തെങ്കിലും ടേം ഉണ്ടോ? ഇല്ല. 0 കൊടുത്തു. കോൺസ്റ്റന്റ് എന്തുണ്ട്? -8. ഓക്കെ, വെളിയിൽ നമ്മളിപ്പോ എടുത്തേക്കുന്ന എന്താണ്? നമ്മുടെ എമ്മിന്റെ വാല്യൂ എന്താ? 2 അല്ലേ? ആ 2 എടുത്ത് വെളിയിലുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാം. നമ്മൾ ഈ എം ക്യൂബിന്റെ അടി കിടക്കുന്ന ഈ 1 ഉണ്ടല്ലോ, അതിനെ എടുത്ത് താഴോട്ട് എഴുതണം. നമുക്ക് താഴോട്ടിട്ടു. എന്നിട്ട് ഈ 2വിനെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 1 × 1 2 × 1 എന്ത് കിട്ടുന്നത്? 2 കിട്ടും. ആ 2 എടുത്ത് നമ്മൾ എവിടെ എഴുതണം? ഈ എം സ്ക്വയറിന്റെ അടി കൊണ്ടുവന്ന് എഴുതാം. ഇവിടെ 2 എഴുതും. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാം? 0 + 2 എന്താണ്? 2. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ 2 × 2 കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 ആകും. ആ 4 എടുത്ത് നമ്മൾ ഇവിടെ എഴുതണം. എന്നിട്ട് നമ്മൾ പ്ലസ് ചെയ്യണം. അപ്പോൾ 0 + 4 4 കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഈ 2ഉം, അതായത് ഈ 2വിനെ ഓരോ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 4 എന്താണ്? 8. ആ 8 കൊണ്ട് നമ്മൾ ഇവിടെ എഴുതണം.
ഇവിടെ ഇടുന്നു, എന്നിട്ട് പ്ലസ് ചെയ്ത്. അപ്പോൾ -8 + 8 എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? തേർഡ് ഡിഗ്രി ഉള്ളതിന് നമ്മൾ സെക്കൻഡ് ഡിഗ്രിയിലോട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ഓർഡർ നമ്മൾ എന്തായി? 3 ൽ നിന്നും 2 ആക്കി. ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് കാൽക്കുലേറ്ററിനകത്ത് ചെയ്യാമല്ലോ. കാൽക്കുലേറ്ററിനകത്ത് ഈ എന്താ ഹയർ ഫങ്ഷൻസ് വരുന്ന കാൽക്കുലേറ്റർ ഇതിന്റെ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാത്തവര് ഇങ്ങനെ തന്നെ ചെയ്യണേ. അപ്പോൾ ഇതിപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടി. അതായത് ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം? m² ആണ്. m²ന്റെ കോഷ്യന്റ് ഇതെന്ന് പറഞ്ഞാൽ എമ്മിന്റെ, ഇത് കോൺസ്റ്റന്റ് ആയി. അപ്പോൾ അത് കോൺസ്റ്റന്റ് ആണ്. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എന്താണ് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരുന്നു? m² + 2m + 4 = 0. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു എമ്മിന്റെ വാല്യൂ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ബാക്കി 2 എമ്മിന്റെ വാല്യൂ കിട്ടാൻ ആ സിന്തറ്റിക് ഡിവിഷൻ ചെയ്ത് ഇപ്പൊ നമുക്കത് എന്താ m² + 2m + 4 എന്നായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എന്താണ്? m = -b ± √b² - 4ac/2 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? -b, ഇവിടെ b എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2 -b ± √b², 4 - 4ac, അതായത് 4 × 1 × 4 16/2a 2 എന്ത് -2 ± റൂട്ട് എന്ത് കിട്ടുന്നു? -12 എന്ന് കിട്ടുന്നു, /2. ഈ റൂട്ട് -12 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് -12 √12 ഇൻറ്റു റൂട്ട് -1 എന്ന് എഴുതാമല്ലോ. ഈ റൂട്ട് 12 നമുക്ക് എങ്ങനെ എഴുതാം? 4 × 3 എന്ന് എഴുതാം. ഈ റൂട്ട് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i അല്ലേ? = 2√3i എന്ന് എഴുതാം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്തത് ഞാൻ നിങ്ങൾക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതാനാണ്. അപ്പൊ -2 ± 2√3i /2 എന്ന് എഴുതാം. നമുക്കൊരു 2 എടുത്ത് വെളിയിലിട്ടാൽ -1 ± √3i /2 എന്ന് എഴുതാം. ഈ 2 വെട്ടിപ്പോയാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? -1 ± √3i എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത 2 റൂട്ടുകൾ എന്ത് കിട്ടി? അടുത്ത 2 റൂട്ടുകൾ കോംപ്ലക്സ് റൂട്ട് ആയിട്ടാണ് കിട്ടിയത് അല്ലേ? അതായത് α ± i β ഫോർമുല കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ± √3i എന്നാണ് കിട്ടുന്നത്. മറ്റേത് എന്ത് കിട്ടുന്നു? m = ഒരെണ്ണം 2 എന്ന് കിട്ടി. അപ്പോൾ മൊത്തം ഇപ്പോൾ 3 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൊല്യൂഷൻ എഴുതാമല്ലോ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ വരുന്നു? y = ഞാൻ ഈ എന്താണ് m2 കൊടുത്തത് എന്താണ്? c1e2x പ്ലസ് അടുത്ത് നമുക്ക് എന്താ? ഇത് കോംപ്ലക്സ് അല്ലേ? അപ്പൊ എന്ത് എഴുതാം? നമ്മൾ എന്താ പഠിക്കുക? e⁴x c1 cos βx + c2 sin βx അങ്ങനെയല്ലേ പഠിച്ചത്? ഇവിടെ ഓൾറെഡി നമ്മൾ c1 കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ? e⁴α, ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? -1. അപ്പൊ -x c2 cos β √3x പ്ലസ് c3 sin √3x എന്ന് എഴുതാം. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോംപ്ലക്സ് റൂട്ട് വരുന്നത് ആദ്യം എഴുതിയിട്ട് രണ്ടാമത് മറ്റേ എന്താണ് എമ്മിന്റെ വാല്യൂ 2 വരുന്നത് എഴുതിയാലും മതി. നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം, എല്ലാം ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് d⁴ + 5d³ + 6d² - 4d - 8 of y = 0. ഓക്കെ, അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എന്ത് വരുന്നു? d⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m⁴ പ്ലസ് 5m³ പ്ലസ് 6m² -4m - 8 = 0. ഓക്കെ, നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഇക്വേഷൻസിന്റെ റൈറ്റ് സൈഡ് 0 ആകാനായിട്ട് ഏത് വാല്യൂ എമ്മിന് കൊടുത്തു കഴിഞ്ഞാൽ 0 ആകുന്നത് നമ്മൾ നോക്കണം. ഓക്കെ, ഇവിടെ എമ്മിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 0 ആകും? എമ്മിന് ഞാനിപ്പോ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താവുന്നു? 1 + 5 + 6 - 4 - 8 = എന്ത് കിട്ടുന്നു? 1 + 5 എന്താണ്? 6. 6 + 6 എന്താണ്? 12. 12 - -4 - 8 എന്താണ്? 12. അപ്പോൾ 12 - 12 0 എന്ന് കിട്ടിയിട്ട് അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മൾ എമ്മിന് 1 കൊടുത്തപ്പോഴാണ് 0. അപ്പൊ നമുക്ക് എന്ത് പറയാം? m-1 എന്ന് എമ്മിന് 1 കൊടുക്കുമ്പോൾ m-1 എന്ന് പറയുന്നത് ഈസ് എ ഫാക്ടർ ഓഫ് m⁴ പ്ലസ് 5m³ പ്ലസ് 6m² - 4m - 8 = 0 എന്ന് പറയാം. ഇനി നമ്മൾ എന്താ സിന്തറ്റിക് ഡിവിഷൻ വെച്ചിട്ട് നമുക്ക്
ഇതിന്റെ ബാക്കിയുള്ള റൂട്ട് കണ്ടുപിടിക്കണം. ഒരു റൂട്ട് നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി 4 റൂട്ടുകൾ നമ്മൾ കാണണം. സിന്തറ്റിക് ഡിവിഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതാം? ഇവിടെ ഇപ്പൊ ഇതിന്റെയാണ് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ m⁴ എഴുതണം, m³ എഴുതണം, m² എഴുതണം, m എഴുതണം, കോൺസ്റ്റന്റ് എഴുതണം. ഇനി ഓരോതിന്റെ കോയിഷ്യന്റ് m⁴ കോയിഷ്യന്റ് എന്താ? 1. m⁵ എന്താണ്? അതിന്റെ കോയിഷ്യന്റ് എന്താണ്? 5. m² എന്താണ്? 6. m എന്താ? -4. കോൺസ്റ്റന്റിന്റെ എന്താ? -8. നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? m = 1 അല്ലേ? ആ 1 എടുത്ത് വെളിയിലിട്ടു. ഓക്കെ, നമുക്ക് ഒരെണ്ണം കിട്ടിയത് 1 അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? m⁴ ആ ഒരു അടി കിടക്കുന്ന ടീം എടുത്ത് നമ്മൾ താഴോട്ട് ഇട്ടു. എന്നിട്ട് എന്താ? 1 × 1 എന്താ? 1. അത് ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് ഇവിടാണ് കൊടുക്കേണ്ടത്. m³ അടി വേണം കൊടുക്കാൻ. എന്നിട്ട് ഈ m³ അടിയിലുള്ള 2 ടേം ഉണ്ട്, അത് ആഡ് ചെയ്ത് താഴെ എഴുതണം. ഓക്കെ, അപ്പോൾ 5 + 1 6. ഇനി എന്താ ചെയ്യേണ്ടത്? 1 × 6 6. ആ 6 എടുത്ത് നമ്മൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തതിന്റെ വാല്യൂ ആണ് എഴുതേണ്ടത്, അല്ലാതെ ഈ 6 എടുത്ത് ഇവിടെ എഴുതുവല്ല. 1 × 6 6 ആകട്ടെ, ആ 6 ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ 6 + 6 എന്താ? 12. ഇനി എന്താ? 1 × 12 12. അപ്പൊ അതെടുത്ത് m-ന്റെ അടി ഇട്ടു. ഇത് -4 + 12 എന്താണ്? -4 + 12 8 ആ വരുന്നത്. ഓക്കെ, ഇനി 1 × 8 എന്താ? 8. -8 + 8 എന്തായി മാറി? 0 ആയി മാറി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായി? നമ്മൾ ഇത് m³ ആയി, ഇത് m² ആയി, ഇത് m ആയി, ഇത് കോൺസ്റ്റന്റ് ആയി. ക്ലിയർ? ഇനി നമുക്ക് ഇത് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ എന്ത് കിട്ടുന്നു? m³ പ്ലസ് m² കോയിഷ്യന്റ് എന്താണ്? 6. 6m² പ്ലസ് m-ന്റെ എന്താ? 12. 12m പ്ലസ് 8 = 0. ഇപ്പോഴും നമുക്ക് m³ അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ഇനി m² ആക്കാനായിട്ട് എന്താ ചെയ്യണ്ടേ? ഇനി പുട്ട് m = ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് 0 ആക്കാൻ പറ്റും. ഞാനിപ്പോ പുട്ട് m = -2 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 ആകുമെന്ന് ചെക്ക് ചെയ്യുന്നു. -2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? -8 പ്ലസ് 6 × 4 24 വന്നു, മൈനസ് 12 × -2 ആണ്, അപ്പൊ -24 വന്നു, പ്ലസ് 8 = ഇത് ഇതും പോയി, ഇത് ഇതും പോയി, 0 വന്നു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? m+2 എന്ന് പറയുന്ന ഈസ് എ ഫാക്ടർ ഓഫ് എന്തെഴുതാം? m³ പ്ലസ് 6 m² പ്ലസ് 12m പ്ലസ് 8 = 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ വെച്ചിട്ട് നമ്മൾ ഇനി ചെയ്യണം, m² ആക്കണം. അപ്പൊ m³ എഴുതണം, ഇതിനകത്തുള്ള ടേംസിന്റെ എഴുതാൻ മതി. m³ ഉണ്ട്, m² ഉണ്ട് കോയിഷ്യന്റ് എഴുതാനായിട്ട്, പിന്നെ m ഉണ്ട്, പിന്നെ കോൺസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, m³ എന്താ വരുന്നത്? 1 ആണ് കോയിഷ്യന്റ്, m² എന്താണ്? 6 ആണ്, m-ന്റെ എന്താ? 12 അല്ലേ കിടക്കുന്നത് കൂടെ, കോൺസ്റ്റന്റ് 8. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? -2 കൊണ്ടല്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? 2 റൂട്ട് കിട്ടിയിട്ടുണ്ട്. m = 1 എന്ന് കിട്ടി, m = -2 എന്ന് കിട്ടി. ഇനി 2 റൂട്ടുകൾ നമുക്ക് വേണം, അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുന്നത്. അപ്പൊ എന്ത് കിട്ടുന്നു? ഈ m³ അടിയിലുള്ള 1-നെ എടുത്ത് താഴോട്ട് ഇട്ടാക്കി. 1 × 2 എന്താണ്? -2 × 1 എന്താണ്? -2 അല്ലേ? അതെടുത്ത് ഇവിടെ എഴുതാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 + -2 എന്താണ്? 4. -2 × 4 എന്ത് ചെയ്യുന്നു? -2 × 4 എന്താ? -8 അല്ലേ? ആ -8 എടുത്ത് m-ന്റെ അടി കിട്ടും. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 12 - 8 എന്ന് കിട്ടുന്നു. 12 - 8 എന്താണ്? 4. ഇനി -2 × 4 എന്ത് കിട്ടുന്നു? -8 കിട്ടുന്നു. 8 - 8 എന്താണ്? 0. അപ്പൊ ഇതെന്താണ്? m² ആയി, ഇത് m ആയി, ഇതെന്തായി? കോൺസ്റ്റന്റ് ആയി. അതായത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നു? m² - 4m + 4 = 0 എന്നല്ലേ കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണിത്? m-2² എന്നല്ലേ വരുന്നത്. m-2² = 0. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? m = 2 എന്ന് എഴുതാം. ക്ലിയർ? ഓക്കെ, ഒരു സെക്കൻഡ്. ഇവിടെ പ്ലസ് ആയിരുന്നില്ലേ? 6 - 2 അല്ലേ? അപ്പൊ പോസിറ്റീവ് ആയിരുന്നു അല്ലേ? അപ്പൊ m² + 4m + 4 ആണ്. അപ്പൊ m+2² = 0 എന്നാണ് വരുന്നത്. അപ്പൊ m = -2 - 2 ആണ് വരുന്നത്. സോറി, എഴുതിയത് വന്ന മിസ്റ്റേക്ക് ആണ്.
അപ്പോൾ എന്ത് കിട്ടുന്നു? ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. 4, 8 അവിടെ കറക്റ്റ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? m² + 4m + 4 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m + 2 the whole square = 0. അതിൽ നിന്നും m = -2 -2 എന്ന് കിട്ടും. നമുക്ക് ഓൾറെഡി നേരത്തെ 2 റൂട്ട് കിട്ടിയിട്ടുണ്ട്. m = 1 കിട്ടിയിട്ടുണ്ട്. m = -2 കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ റൂട്ട് നമുക്ക് റൂട്ട്സ് ആർ എന്താ കിട്ടിയേക്കുന്നത്? റൂട്ട്സ് ആർ m = 1 -2 -2 -2. ഈ -2 3 തവണ റിപ്പീറ്റഡ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ 3 റൂട്ട്സ് ആർ ഈക്വൽ അല്ലേ. അപ്പോൾ സൊല്യൂഷൻ എന്ത് എഴുതണം? y = c1 + c2x + c3x² into e raised to -2x plus c4 e raised to x എന്ന് എഴുതാം. ക്ലിയർ? ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ. അപ്പൊ നിങ്ങൾക്ക് ഈ എക്സാമിന് ഇത്രയും വലിയ സംഭവങ്ങളൊന്നും വരത്തില്ല. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. അങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇത്രയും വലിയ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമുക്കിത് അറിയണം. നമുക്കിത് ജസ്റ്റ് പഠിക്കാനുണ്ട്. ഹയർ ഓർഡർ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇത്രയും വലുതായിട്ടുള്ളതൊന്നും എക്സാമിന് ചോദിക്കാറില്ല. ഇനി ചോദിച്ചാൽ നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. KTന്റെ ക്വസ്റ്റ്യൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് d³ - d² - d + 1 = d + 1 × y = 0. ഇതിന്റെ സൊല്യൂഷൻ എന്ത് കിട്ടുന്നു? ഓക്സിലറി ഇക്വേഷൻ എന്താ വരുന്നത്? m³ - m² - m + 1 = 0. ഇവിടെ നമുക്ക് എന്താ കാൽക്കുലേറ്ററിനകത്ത് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഈ ചില കാൽക്കുലേറ്ററിനകത്ത് ഇപ്പോൾ 3rd ഓർഡർ വരെയുള്ള ചെയ്യാൻ പറ്റും. അത് കാൽക്കുലേറ്ററിനകത്ത് നോക്കിയാൽ മതി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിനകത്ത് ഡിഗ്രി 2ഉം 3ഉം ഉണ്ട്. ചിലതിനകത്ത് 4ഉം 5ഉം ഒക്കെ ഉള്ളതുണ്ട്. അപ്പൊ ഡിഗ്രി 3 കൊടുത്തിട്ട് ഈ കോഎഫിഷ്യന്റ് നിങ്ങൾ അടിച്ചു നോക്കിയിട്ട് ഈ എമ്മിന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കിട്ടും. പിന്നെ കോംപ്ലക്സിന്റെ റൂട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാതാവും. അപ്പൊ നമ്മൾ അത് ചെക്ക് ചെയ്തൊന്ന് നോക്കണം. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നത് -b ± √b² - 4ac/2 വെച്ചിട്ട് ചെയ്യാനെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു 2 മിനിറ്റ് കൂടുതലാണെങ്കിൽ നമുക്കിപ്പോ ഫ്രാക്ഷൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ പോയിന്റ് വൈസ് വാല്യൂ ആയിരിക്കും നമുക്ക് കാൽക്കുലേറ്ററിൽ കിട്ടും. അല്ലെ പിന്നെ ഹയർ ഫംഗ്ഷൻസ് ഉള്ള കാൽക്കുലേറ്റർ അത് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ എന്താ വരുന്നത്? ഇവിടെ m³ - m² - m + 1 = 0. ഇവിടെ എന്താ വരുന്നത്? എമ്മിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ 0 ആകുമെന്ന് നോക്കാം. എമ്മിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 - 1 + 1 സോറി 1 - 1 -1 ആണ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. 1 - 1 -1 + 1 = എന്ത് കിട്ടുന്നു? ഇതും പോയി ഇതും പോയി. ഓക്കെ, 0 അല്ലേ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഒരു റൂട്ട് നമുക്ക് m = 1 എന്ന് കിട്ടും. അതായത് m - 1 എന്ന് പറയുന്ന ഈസ് എ ഫാക്ടർ ഓഫ് m³ - m² - m + 1 = 0 എന്ന് പറയാം. ഇനി ഇതിനെ നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ വെച്ചിട്ട് നമ്മൾ ബാക്കി 2 റൂട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ m³ എഴുതുക, m² എഴുതുക, m എഴുതുക, കോൺസ്റ്റന്റ് എഴുതുക. ഇനി ഈ ഇക്വേഷനകത്തുള്ള ഓരോന്നിന്റെ കോഎഫിഷ്യന്റ്, m³ കോഎഫിഷ്യന്റ് എന്താ? 1 ആണ്. m² എന്താണ്? -1 ആണ്. m എന്താണ്? -1 ആണ്. കോൺസ്റ്റന്റ് എന്താണ്? 1 ആണ്. ഓക്കെ, നമ്മുടെ എന്താണ്? m = 1 കൊടുത്തില്ലേ? അപ്പൊ 1 വെളിയിലിട്ടു. ഇനി m³ അടിയിലുള്ള 1 എടുത്ത് താഴോട്ട് മാറ്റുന്നു. താഴോട്ടിട്ടു 1 × 1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുന്നു. 1 1 + -1 + 1 എന്ത് കിട്ടുന്നു? 0 കിട്ടുന്നു. 1 × 0 0 -1 + 0 എന്ത് കിട്ടുന്നു? -1 കിട്ടുന്നു. 1 × -1 -1 -1 + -1 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് m² ആയി, ഇത് m ആയി, ഇത് കോൺസ്റ്റന്റ് ആയി. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? m² - 1 = 0. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? m² = 1 എന്ന് കിട്ടുന്നു. which implies m = +or -1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് റൂട്ട്സ് എന്തൊക്കെ കിട്ടി? m = നമുക്ക് ആദ്യം ഒരു 1 കിട്ടിയായിരുന്നു. ഇപ്പൊ പിന്നെ ഒരു 1ഉം പിന്നെ ഒരു -1ഉം കൂടെ കിട്ടി. ഓക്കെ, അപ്പൊ 2 റൂട്ട് ഈക്വൽ ആണ് അല്ലേ? 1 1 ഈക്വൽ ആണ്, ഒരെണ്ണം -1 ആണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ത് കിട്ടുന്നു? y = c1 + c2x e raised to x plus c3 e raised to -x. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഈ മോഡലിലുള്ളതൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ.
ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് y raised to 4 ആണ് പ്ലസ് 16y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ത് വരുന്നു? m raised to 4 പ്ലസ് 16 m സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം? നമ്മൾ ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകല്ല ചെയ്യണം. നമ്മൾ ഇതിനകത്ത് രണ്ടാമത്തെ ടൈമിനകത്ത് m സ്ക്വയർ ഉണ്ടല്ലോ, കോമൺ ആയിട്ട് എടുക്കാമല്ലോ. ഒന്നാമത്തെ ടൈം m raised to 4, അപ്പൊ m സ്ക്വയർ എടുത്ത് വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ m സ്ക്വയർ പ്ലസ് 16 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കിയാൽ എന്ത് കിട്ടുന്നു? m സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് ഒരു ഇക്വേഷനും കിട്ടുന്നു. m സ്ക്വയർ പ്ലസ് 16 ഈസ് ഈക്വൽ ടു 0 എന്ന് അടുത്തൊരു ഇക്വേഷനും കിട്ടുന്നു. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പൊ m സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? m ഈസ് ഈക്വൽ ടു 0 0 എന്ന് രണ്ട് റൂട്ട് കിട്ടി. ഇനി m സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 16 എന്നാവും ഇത് സോൾവ് ചെയ്യുമ്പോൾ. അപ്പൊ m ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? പ്ലസ് ഓർ മൈനസ് 4i എന്ന് കിട്ടുന്നു. അതായത് റൂട്ട് മൈനസ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റൂട്ട് 16 ഇൻറ്റു റൂട്ട് മൈനസ് 1 ഇതിനെ സ്പ്ലിറ്റ് ആക്കി എഴുതാൻ പറ്റില്ലേ? റൂട്ട് എന്താണ് 16 എന്താണ്? എന്ത് കിട്ടുന്നു? 4i. ഓക്കെ, അപ്പൊ m ഈസ് ഈക്വൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് 4i എന്ന് കിട്ടും. ഇവിടെ എന്താണ്? കോംപ്ലക്സ് ആണ്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? രണ്ട് റൂട്ട് 0 0 സെയിം ആണ്, പിന്നെ ഒരെണ്ണം കോംപ്ലക്സ് വന്നു. അപ്പൊ y ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? c1 പ്ലസ് c2x e raised to 0x എന്നല്ലേ? അപ്പൊ e raised to 0യുടെ വാല്യൂ 1 അല്ലേ? അപ്പൊ പ്ലസ് ഇവിടെ e raised to 0 എന്താണ്? 1 ആണ്. e raised to 0x ഇൻറ്റു c3 cos 4x പ്ലസ് c4 sin 4x എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഹയർ ഓർഡർ ആണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനിയിപ്പോ ഹോമോജീനിയസിൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. ഹോമോജീനിയസിൻ്റെ അത് നമ്മൾ സെക്കൻഡ് ഓർഡറിൻ്റെത് പഠിച്ചു, സൊല്യൂഷൻ കാണുന്ന പഠിച്ചു, അതിന് ഹയർ ഓർഡർ പഠിച്ചു. പിന്നെ ഇനിഷ്യൽ കണ്ടീഷൻസ്, ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുള്ള പ്രോബ്ലംസ് പഠിച്ചു. പിന്നെ നമ്മൾ വ്രോൺസ്കിയൻ കാണുന്ന പഠിച്ചു. എന്താണ് സെറ്റ് ഓഫ് ബേസിസ് ആയിട്ട് തന്നിട്ട് അതിനകത്തുനിന്ന് അത് ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെയ്യാനുള്ള പ്രോബ്ലം ആയിരുന്നു ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സോൾവ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് നോക്കിയാൽ മതി, എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. വ്രോൺസ്കിയൻ്റെതും എളുപ്പമായിരുന്നു. അതായത് ഫൈൻ വെദർ ദ സൊല്യൂഷൻ സെറ്റ്, രണ്ട് സെറ്റ് തന്നിട്ട് y1 ഉം y2 സെറ്റിനകത്ത് തന്നിട്ട് ഫോംസ് എ ബേസിസ് ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അല്ലെങ്കിൽ ഡയറക്റ്റ് വ്രോൺസ്കിയൻ കാണുന്ന പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അതൊക്കെ എ പാർട്ട് ചോദിക്കുന്നതാണ്. y ട്രിപ്പിൾ ഡാഷ് y റേസ് ടു 4 പ്ലസ് y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 0 അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് 3 മാർക്കിന് എ പാർട്ടിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് ക്ലാസ് 1ൽ നിന്നും ക്ലാസ് 2ൽ നിന്നും ഒരു 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 3 6 മാർക്ക് ഷുവർ ആണ്. പിന്നെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം പാർട്ട് ബിയിൽ 7 മാർക്ക് ചോദ്യമാണ്. വളരെ എളുപ്പമാണ്. അവിടെ നമുക്ക് 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സിമ്പിൾ ആണ്. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോൺ ഹോമോജീനിയസിലേക്കാണ് കയറുന്നത്. നോൺ ഹോമോജീനിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താണ്? നമ്മൾ ഇപ്പൊ പഠിച്ച ഹോമോജീനിയസിനകത്ത് സൊല്യൂഷൻ y ഈക്വൽ എന്താ? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. നോൺ ഹോമോജീനിയസ് ആകുമ്പോൾ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷന്റെ ഫോം എങ്ങനെയാണ്? y ഈക്വൽ ടു CF പ്ലസ് TI ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കോംപ്ലിമെന്ററി ഫംഗ്ഷനും ഉണ്ട്, പർട്ടിക്കുലർ ഇന്റഗ്രലും ഉണ്ട്. അപ്പോൾ നോൺ ഹോമോജീനിയസ് ആകുമ്പോഴത്തേക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ കൂടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് കാണുന്നു. പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാനായിട്ട് നമ്മൾ രണ്ട് മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ള. മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റും ഉണ്ട്, മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററും ഉണ്ട്. ഈ രണ്ട് മെത്തേഡും നമുക്ക് പാർട്ട് ബിയിലാണ് ചോദിക്കുന്നത്. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. ആ ക്ലാസ് നമ്മൾ ഫുള്ളായിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ KTU ലൈവ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്